I just like to talk with you. You don't have to tell me anything that's new. I just wanna go out and walk with you. I just wanna see your shadow next to mine, sailing over pavement with our two albums. I like to see the shape you're in from time to time. I just wanna see your shadow next to mine. ഗുഡ് മോർണിംഗ്. ഞാനപ്പോൾ നല്ലൊരു ഓട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് ജസ്റ്റ് നോർമൽ ബട്ടർ ബ്രെഡ് ജാമൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളത്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെഡിയായി പുറത്ത് പോവാണ്. ഹായ്, ഞാനപ്പോൾ ഇന്ന് ലണ്ടനിലെ കൊറിയൻ കൺവീനിയൻസ് സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. സോ ലൈക്ക് ഓൾ K-pop ഗേൾസ്, എനിക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമുള്ള ഐറ്റംസാണ്. ഇവിടെ ഒരു നൂഡിൽ ഹെവൻ തന്നെ ഉണ്ട്. നൂഡിലും ഡംപ്ലിങ്സ് ഒക്കെ പല ടൈപ്പിൽ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു കോർണറിൽ കുറച്ച് കൊറിയൻ സ്കിൻ കെയർസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മെയിനായിട്ട് ഇവിടെ വന്ന ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജപ്പാനിലും കൊറിയയിലും ഏഷ്യയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള 7-Eleven പോലത്തെ ഡ്രിങ്ക്. ഇവിടെ എല്ലാം അധികമൊക്കെ തീർന്നിട്ടുണ്ട്. എനിക്ക് ഫൈനലി ബ്ലൂബെറി മാത്രമേ അതിൽ ഇഷ്ടപ്പെട്ടതുണ്ടായുള്ളൂ. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ക്യൂട്ട് ക്യാൻഡീസും ജെല്ലീസും മൂച്ചിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ വേഗം പോയി ബില്ല് ഇട്ടിട്ട് ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇന്ന് എന്താ എൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ വാർഡ്രോബ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് ആയി. ഇനി 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ സമ്മർ ആവും. ചൂടായി തുടങ്ങി. അപ്പോൾ കറൻറ്റ്ലി എൻ്റെ വാർഡ്രോബിൽ ഉള്ളതൊക്കെ വിൻ്റർ ക്ലോത്ത്സ് ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഒരു ട്രോളിയിലോട്ട് മാറ്റി ട്രോളിയിലെ സമ്മർ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് വാർഡ്രോബിൽ സെറ്റ് ചെയ്തു. കുറച്ച് പണിയുള്ള പരിപാടിയാണ്. എല്ലാ ഡ്രസ്സും പുറത്തെടുത്ത് ഇനിയിപ്പോൾ വരുന്ന സമ്മറിൽ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ എല്ലാ കാരണം കൊണ്ട് കേട് വന്ന ഡ്രസ്സുകൾ, ടൈറ്റായ ഡ്രസ്സുകളൊക്കെ ഇനി യൂസ് ചെയ്യില്ല എന്നുള്ളതൊക്കെ മാറ്റി സോർട്ട് ചെയ്ത് ബാക്കി ഹെവി ആയിട്ടുള്ള വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ കംപ്രസ് ചെയ്ത് ട്രോളിയിൽ കയറ്റി സെറ്റാക്കി വെക്കലൊക്കെ കുറച്ച് നേരത്തെ പണിയുള്ളതാണ്. എന്തായാലും ഞാൻ ഇന്നൊരു ദിവസം ഫുൾ അതിന് നിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെയും കൂടിയും എങ്ങനെയാണ് ഞാൻ എൻ്റെ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്ത് ഒതുക്കി വെച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഇതാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത്. ഇത് എൻ്റെ സൈഡാണ്, ഇത് ഹസ്ബൻഡിൻ്റെ സൈഡാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ക്ലോത്ത്സ് ഒക്കെ ഇപ്പോൾ ഫുള്ളുള്ളത്. ഇതിൻ്റെ മേലെ നമുക്ക് വലിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ട്രോളി ബാഗ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാം. അതേപോലെ ബെഡിൻ്റെ താഴെ നമുക്ക് വലിയ സ്പേസ് ആയിട്ടുണ്ട്. അവിടെയും ഇതുപോലെ നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കറന്റ് എൻ്റെ ക്ലോത്ത്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാം. ഇതൊരു സ്ലൈഡിങ് ഡോറാണ് ഉള്ളത്. ഇതിൽ ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്സ് ഒക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ താഴെ ഞാനിങ്ങനെ ബാസ്ക്കറ്റ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അത് ഇതിൽ എൻ്റെ നൈറ്റ് ഡ്രസ്സും പജാമാസൊക്കെയാണ്. ഇതിൽ വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ സ്കാർഫ്സ്, ക്യാപ്സ് അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിൽ എൻ്റെ ട്രൗസേഴ്സാണ്. പിന്നെ ഇത് വർക്കൗട്ട് അല്ലെങ്കിൽ റണ്ണിങ് ക്ലോത്ത്സ് ഒക്കെയാണ്. ഇതിൽ പിന്നെ എൻ്റെ നൈറ്റ് കംഫർട്ട് ക്ലോത്ത്സും ഇന്നേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അതങ്ങനെ കാണിക്കണില്ല. പിന്നെ ഇതിൽ വരുന്നത് ഫുള്ള് ഡെനിം പാൻസും ഡെനിം സ്കേർട്ട്സൊക്കെ. പുറത്തിപ്പോൾ നല്ല വെതറാണ്, നല്ല സണ്ണിയൊക്കെയാണ്. ഞാനിപ്പോൾ അങ്ങനെ മേലെയുള്ള ട്രോളീസൊക്കെ പുറത്തെടുത്ത് ഒക്കെ താഴെ റെഡിയാക്കി വെക്കാൻ. ഇനി തന്നെ ഓരോ ക്ലോത്ത്സും നോക്കി യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതൊക്കെ മാറ്റി സോർട്ട് ചെയ്ത് ഒക്കെ റെഡി ആക്കണം.
ഞാനിങ്ങനെ ഓരോ വർഷം കൂടുമ്പോഴും തടി വെക്കുന്നതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ഇയർ സമ്മറിൽ യൂസ് ചെയ്ത ഡ്രസ്സൊന്നും ഇത്തവണ ചിലപ്പോൾ ഫിറ്റ് ആവുന്നുണ്ടാവില്ല. സമ്മർ ഡ്രസ്സ് നമ്മൾ പൊതുവെ കറക്റ്റ് ഫിറ്റിലാണല്ലോ മേടിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഓരോ വർഷവും പുതിയതായിട്ട് സമ്മർ ഡ്രസ്സ് എടുക്കേണ്ടി വരും. എന്നിട്ട് എൻ്റെ പഴയതുള്ളത് ഞാൻ അതുപോലെ അറിയുന്നവർക്കൊക്കെ ഫ്രണ്ട്സിനോ അതല്ലെങ്കിൽ ചാരിറ്റിയിലൊക്കെ കൊടുക്കാറാണ്. ഇപ്പം ഞാൻ വിൻ്ററിലിടുന്ന കട്ടിലെ നൈറ്റ് ഡ്രസ്സസൊക്കെ മാറ്റി തിന്നായിട്ടുള്ള കോട്ടൺ ലിനൻ പൈജാമാസൊക്കെ എടുത്ത് വെച്ചതിൽ ഈ വിൻ്റർ സ്കാർഫ്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു ബാസ്ക്കറ്റ് ഫുള്ളായിട്ട് ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനതിൽ സ്കേർട്ട്സൊക്കെ എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാനൊരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ എൻ്റെ സ്കേർട്ട്സും പിന്നെ ഡെനിമിൻ്റെ 2 ഡ്രസ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊന്നിൽ ഞാൻ എൻ്റെ ലിനൻ പാൻസും സ്ട്രൈപ്പ് പാൻസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ബെഡിൽ ഇങ്ങനെ വലിച്ചു വാരി കിടക്കാണ്. ഇനിയിപ്പോൾ ഞാൻ ഹാങ് ചെയ്ത് വെച്ച കോട്ട്സും ജമ്പേഴ്സും കാർഡിഗൻസൊക്കെ എടുത്ത് പുറത്തെടുത്ത് ഹാങ്ങേഴ്സൊക്കെ മാറ്റി അതൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഇനിയും സമ്മറിലാണെങ്കിലും നല്ല തണുപ്പ് വരുന്ന ദിവസങ്ങളിൽ യൂസ് ആക്കും. അപ്പോൾ ഞാനിത് വേറെ സൈഡിലോട്ട് മാറ്റി വെക്കാണ്. ഇതും യൂസ് ആക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഹിജാബ് കളക്ഷൻസാണ്. അത്രക്കൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് വാർഡ്രോബ് കാണാൻ. ഇതിലെൻ്റെ സമ്മർ സ്പ്രിങ് ടോപ്സും ഡെനിം ജാക്കറ്റ്സും ട്രെഞ്ച് കോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് പിങ്കി വൈറ്റ് അങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെയാണ്. അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു സൈഡിൽ പജാമാസൊക്കെയാണ്, അടുത്ത സൈഡിൽ സ്കേർട്ട്സൊക്കെയാണ് നമ്മൾ റെഡിയാക്കി വെച്ചത്. പിന്നെ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ ട്രൗസേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. അങ്ങനെ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പുറത്തിരിക്കുന്ന ക്ലോത്ത്സൊക്കെ ഇങ്ങനത്തെ പാക്കിംഗ് ക്യൂബ്സിലാക്കി കംപ്രസ് ചെയ്ത് നമ്മൾ ഈ ട്രോളികളിലൊക്കെ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് കറക്റ്റ് ഇതിൽ തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ എടുക്കുമ്പോൾ വെറൈറ്റിക്കും അടിപൊളിയായിട്ടും കിട്ടും. ഫൈനൽ ഞാനൊക്കെ കംപ്രസ് ചെയ്ത് ട്രോളികളിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ട്രോളീസൊക്കെ നമ്മൾ എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ചെടുത്ത് വെച്ചിരുന്ന പരിപാടി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നു. ഇനിയിപ്പോൾ എനിക്ക് ഡിന്നർ കുക്ക് ചെയ്യണം. അപ്പോഴെനിക്ക് ഓർമ്മ വന്ന് നമ്മളന്ന് മേടിച്ച നൂഡിലും മോമോസൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഞാൻ തനിയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അത് കുക്ക് ചെയ്ത് കഴിക്കാം. ഞാനപ്പോൾ അവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ എപ്പോഴും നൂഡിൽസ് കഴിക്കണമെന്നല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കഴിക്കണേ. പണ്ടൊക്കെ എപ്പോഴും കഴിച്ചായിരുന്നു. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉമ്മ വീട്ടിലധികം നൂഡിൽസൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്കിപ്പോൾ എപ്പോൾ നൂഡിൽസ് കഴിക്കുമ്പോഴും വീട്ടിലെ അനിയത്തിമാരെ ഒക്കെ മിസ് ചെയ്യും. ഞാനിതിൽ പുറത്തുനിന്ന് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. നോർമലി നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ച് അതിൽ വേവിച്ച് പിന്നെ അതിൻ്റെ തന്നെ സോസുകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ആ ഡംപ്ലിങ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എനിക്ക് ശരിക്കും സ്റ്റീംഡ് മോമോസാണ് ഇഷ്ടം, പക്ഷേ അത് കുറച്ച് പണിയാണ്. എനിക്കിപ്പോൾ മടിയ പണിയെടുക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി എനിക്കതിൻ്റെ കൂടെ കുടിക്കാൻ ഞാനൊരു മാച്ച ഉണ്ടാക്കുകയാണ്.
സംഭവങ്ങളാണ്. അപ്പം എന്നോട് കുറച്ച് പേരൊക്കെ റൂം ടൂർ കാണിക്കും, പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ട് UK വന്നേ, പിന്നെ എന്താ പഠിച്ചേ, എന്താ ജോബ് ചെയ്യുന്നേ, പിന്നെ സ്കിൻ കെയർ കാണിക്കും, മേക്കപ്പ് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ഓരോ വീഡിയോയിലായിട്ട് ഓരോന്നൊക്കെ ഉൾപ്പെടുത്തി കാണിക്കാം. അതേപോലെ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് കാണാനെന്ന് എന്നെ അറിയിക്കുക. എന്നാലും എനിക്കതിനനുസരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം എന്തായാലും ഞാൻ ഇതൊക്കെ കഴിച്ച് ഇപ്പോൾ സാറ്റർഡേ ആണ്, സിനിമയൊക്കെ കണ്ട് ഇരുന്ന് മെല്ലെ ഉറങ്ങട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.